Hello, welcome back to a new video. Today we'll be discussing the work Gender Trouble, Chapter 1, Subject of Sex, Gender, Desire by Judith Butler. Judith Butler was an American philosopher and gender theorist, and her work has influenced political philosophy, ethics, and the field of third wave feminism, queer theory, and literary theory. And she is best known for the books Gender Trouble, Feminism, and Subversion of Identity, published in 1990, and Bodies That Matter on the Discursive Limit of Sex, published in 1993. And she challenges the conventional notion of gender and developed their theory of gender performativity. And in this work, that is Gender Trouble, which was first published in 1990, she talks about the familiar cultural theoretic assumption that gender is socially constructed rather than an innate one. And she offers a very powerful critique of heteronormativity and of the function of gender in the modern world. So it is divided into 6 subheadings, and we'll take a look at it one by one. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വിമൺ ആസ് സബ്ജക്റ്റ് ഓഫ് ഫെമിനിസം. ഇതിൽ കൂടുതലും പറയുന്നത് വിമൺ എന്നുള്ളൊരു കാറ്റഗറി, അതുപോലെ തന്നെ സബ്ജക്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റും, ഇത് രണ്ടും കൺസ്ട്രക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദ കാറ്റഗറി ഓഫ് വിമൺ is the subject of feminism, and feminism seeks to secure women's representation in society and politics. And according to Butler, this notion of women and subject are now open to question. അതായത് ഈ ഒരു വുമൺ അതുപോലെ സബ്ജക്റ്റ് എന്ന ഈ രണ്ട് കോൺസെപ്റ്റും ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട കാര്യമാണ്, ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുമുണ്ട്. കാരണം എന്താണ്, ജെൻഡർ ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള സൊസൈറ്റി പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് ഐഡിയോളജീസ്, മെൻ ആകുമ്പോൾ ഇന്ന ക്വാളിറ്റീസ് വേണം, അല്ലെങ്കിൽ വുമൺ ആകുമ്പോൾ ഇന്ന ക്വാളിറ്റീസ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐഡിയോളജിയാണ് ജെൻഡർ ലോ എന്ന് പറയുന്നത്. ഈ ഒരു ലോ തരുന്ന റെപ്രസെൻറ്റേഷനും റെഗുലേഷനും ഇത് രണ്ടും എന്താണ്, ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് വെരി ബയസ്ഡ് ആൻഡ് റോങ് എന്നാണ് ഓഥർ പറയുന്നത്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജെനിറ്റൽസ് പ്രകാരം നമ്മൾ സെക്സ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളൊരു സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നു. അതുപോലെ തന്നെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളൊരു ബേസിസിൽ കുറച്ച് ക്വാളിറ്റീസ്, ജെൻഡർ ക്വാളിറ്റീസും കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജെൻഡർ കാറ്റഗറൈസേഷനും അവിടെ സെക്സ് ഡിറ്റർമിനേഷൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. ഇഫ് യു ആർ എ മാൻ ഓർ ഇഫ് യു ആർ എ മെയിൽ child, then you are supposed to be strong, you're supposed to be the breadwinner of the family, and etc. And if you are a female, then you're supposed to be submissive, and again etc. We have a list of qualities which you can clearly imagine, and this is what is called gender law. And since we are in a patriarchal society, there is male dominance, and here the subject that the law is creating in this context is women. അതായത് ഈ ഒരു ജെൻഡർ നോംസ്, ആ ഒരു ഡോമിനൻറ്റ് ഗ്രൂപ്പ് ഏതാണോ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ജെൻഡർ ലോ അല്ലെങ്കിൽ ജെൻഡർ നോം ആണ് സബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ പീട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഡോമിനൻറ്റ് ഗ്രൂപ്പായിട്ട് വരുന്നത് മെന്നാണ്, അവിടെ സബ്ജക്റ്റായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് വിമൺ ആണ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ക്രിയേഷൻ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, ആ ഒരു സബ്ജക്റ്റ് ക്രിയേഷനിലൂടെ തന്നെ ഒരു ഒപ്രഷനും വരുന്നുണ്ട്. കാരണം ഡോമിനൻറ്റ് ഗ്രൂപ്പിന് ആ ഒരു ഡോമിനൻസി നിലനിർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കീഴിൽ വരുന്ന ഗ്രൂപ്പ്സ് ആരൊക്കെയാണെങ്കിലും, ഏതൊക്കെ ഗ്രൂപ്പ്സ് ആണെങ്കിലും അവരുടെ ഒരു സബ്മിഷൻ ആവശ്യമാണ്. അതുതന്നെയാണ് ഇവിടെ ഒരു ഒപ്രഷനായിട്ടും വരുന്നത്. That is, the gender identities are assigned to male and female, including how they should walk, how they should talk and behave, etc., which Butler claims is a foundationalist fiction. And she also says that femininity and the workings of patriarchy
are the social and legal structure that ensure the domination of men over women, even though it may not be universal. അതായത് കൾച്ചേഴ്സ് മാറുന്ന അനുസരിച്ച് തന്നെ ഈ ഒരു പേട്രിയാർക്കി എല്ലാ സ്ഥലത്തും സെയിം ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലുമല്ല. പേട്രിയാർക്കി പല രീതികളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേട്രിയാർക്കൽ ഡോമിനൻസ് എത്രത്തോളം ഡിഫറെൻ്റ് ആണോ ആ ഒരു സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഫീമെയിൽ സബ്ജുഗേഷനും അത്രമാത്രം ഡിഫറെൻ്റ് ആണ്. The experiences of the power structure of patriarchy differentiate based on race, class, ethnic, sexual and regional modalities. And although these concepts are universalized, it is clear that patriarchal dominance is common, although it is found in different ways. But nevertheless, society will always try to categorize an individual into a particular gender based on their sex. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു ജെൻഡർ കാറ്റഗറി നടക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു ജെൻഡർ കാറ്റഗറിയിലേക്ക് നമ്മുടെ സമൂഹം നമ്മളെ കാറ്റഗറൈസ് ചെയ്യുന്നത്, അതറിയാൻ വേണ്ടിയാണ് ബട്ട്ലർ ഒരു ഫെമിനിസ്റ്റിക് ജീനിയോളജി കണ്ടക്ട് ചെയ്യുന്നത്. ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ജെൻഡർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം തികച്ചും ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവിടെ ഒരു സെക്സ് ഡിറ്റർമിനേഷനും ജെൻഡർ കൺസ്ട്രക്ഷനും നടക്കുമ്പോൾ സ്വാഭാവികം അത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് തോന്നാം, വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ബട്ട്ലർ പറയുന്നത് അതൊരിക്കലും അങ്ങനെയല്ല, അത് നാച്ചുറലുമല്ല നോർമലുമല്ല, അത് വെറും ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് മാത്രമാണ്. കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ജസ്റ്റ് looks natural, but it is not a natural process. രണ്ടാമത്തെ സബ് ഹെഡിങ് കമ്പൽസറി ഓർഡർ ഓഫ് സെക്സ്, ജെൻഡർ ആൻഡ് ഡിസയർ. അതിലും ആ ഒരു ജെൻഡറും സെക്സും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ആദ്യം തന്നെ പറയുന്നത്. അതായത് സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ആ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണോ അത് അനുസരിച്ചാണ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളൊരു കാറ്റഗറൈസേഷൻ വരുന്നത്. അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പായിട്ടാണ് ജെൻഡർ ഡിറ്റർമിനേഷൻ വരുന്നത്. അതായത് മെയിൽ ആണെങ്കിൽ മാസ്കുലിൻ ക്വാളിറ്റീസ്, ഫീമെയിൽ ആണെങ്കിൽ ഫെമിനിൻ ക്വാളിറ്റീസ് എന്നുള്ളൊരു ഐഡിയോളജിക്കൽ കൺസ്ട്രക്ഷനും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് സെക്സും ജെൻഡറും ഏകദേശം സെയിം ആണെന്നുള്ളൊരു ഐഡിയ വരുന്നുണ്ട്. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല. സെക്സ് ആൻഡ് ജെൻഡർ ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് things because gender is mostly societal and cultural construct, and that is what she is talking about in this section. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ജെൻഡർ ദി സർക്കുലർ റൂയിൻസ് ഓഫ് കണ്ടംപററി ഡിബേറ്റ് എന്നൊരു സെക്ഷനാണ്. ഇവിടെ ബട്ട്ലർ സിമോൺ ഡി ബുവാറിനെ കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് there is Simone de Beauvoir's very famous statement that one is not born a woman but rather becomes one. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഐഡിയ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എങ്ങനെയാണോ ജെൻഡർ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റൽ കൺസ്ട്രക്റ്റ് ആണ്, വെറും ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്ത്രീ ആയിട്ടല്ല ജനിക്കുന്നത്. സ്ത്രീ ആയിട്ടുള്ളൊരു കാറ്റഗറിയിലേക്ക് സൊസൈറ്റി ആ ഒരു കുഞ്ഞിനെ കൺസ്ട്രക്ട് ചെയ്ത് വിടുകയാണ്. അതുപോലെ തന്നെയാണ് പുരുഷൻ്റെ കേസും. ദി ജെൻഡർ ഈസ് സിംപ്ലി എ കൺസ്ട്രക്ട്. സോ വി ആർ നോട്ട് ബോൺ എ മാൻ ഓർ എ വുമൺ. ഇറ്റ് ഈസ് ദ സൊസൈറ്റി വിച്ച് ഇസ് ലേബിളിംഗ് അസ് ദീസ് ജെൻഡർ ഐഡൻറ്റിറ്റീസ്. But somehow it is considered as a very traditional thing. That is, if you don't have any masculine qualities, if you are a man, if you are a male, or if you don't have any feminine qualities, if you are born as a female, then you are considered as strange or unnatural, and society will criticize you. ഇതിൽ പറയുന്ന വേറൊരു കാര്യം സിമോൺ ഡി ബുവാറിനെയും കോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ റാഡിക്കൽ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള മൊണീക് വിറ്റിഗിനെയും ബട്ട്ലർ കോട്ട് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്
എങ്ങനെയാണ് മാസ്കുലിൻ ജെൻഡർ ഒരു അബ്സല്യൂട്ടായിട്ട് കാണപ്പെടുകയും ഫെമിനിൻ ജെൻഡർ അതർ കാറ്റഗറിയിൽ പെടുകയും ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. കാരണം it is said that the meaning of feminine exists only in relation to the meaning of masculine. And since again we are living in a patriarchal society, even though things are changing, even though gender fluidity is coming about, we are recognizing more gender identities day by day. At the end of the day, since we are living in a patriarchal society, the dominant status will go to the men and they are considered as absolute, while the women and other genders, but in this context we are talking about the women, will always be the other category. ഈ ഒരു ജെൻഡർ ഡിവിഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ് എടുത്ത് നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ബട്ട്ലർ പറയുന്നത്. അതായത് ലാംഗ്വേജിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മനുഷ്യരാശിയെക്കുറിച്ച് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? rarely do we use the word humankind. We usually use the word mankind, and I don't think we use the word womankind at all. It's usually mankind and very rarely humankind. Again, man എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും നമ്മൾ ഏതൊക്കെ പ്രോനൗൺസ് ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്? ഹി, ഹിം, ഹിസ്. മോസ്റ്റ്ലി ആ ഒരു പ്രോനൗൺസ് ആണ് കൂടുതൽ നമ്മൾ നമ്മളുടെ ലാംഗ്വേജിലും എഴുതുമ്പോഴും നമ്മൾ അല്ലെങ്കിൽ പറയുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോനൗൺ. റയർലി ഡു വി യൂസ് ദ ഫെമിനിൻ പ്രോനൗൺസ് ടു ഡിസ്ക്രൈബ് ഹ്യൂമൻ. Okay, even though both man and woman comes under the category of idea of human, we use the male pronouns, masculine pronouns to describe the idea of human more. അതാണ് ലാംഗ്വേജിലും എങ്ങനെയാണ് ഈ ഒരു പക്ഷേ ഈ ഒരു ഡോമിനൻസ്, ഒരു ഡിവിഷൻ കാണാൻ പറ്റുന്നത് എന്നാണ് ഒരു എക്സാമ്പിൾ. ആൻഡ് ദെൻ വി കം ടു ദി ഫോർത്ത് section, which is labeled as theorizing the binary, the unitary and beyond. And here Butler returns to the question of a stable identity category of woman and whether it is necessary for feminism to proceed with its goals. അതായത് സൊസൈറ്റിയിൽ ജെൻഡർ നോംസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു ഫീമെയിൽ സബ്ജുഗേഷൻ അതുകൊണ്ടാണ് വന്നതെന്ന് ബട്ട്ലർ പറയുന്നുണ്ട്. മാത്രമല്ല ഏതൊരു തിയറി എടുത്ത് നോക്കുകയാണെങ്കിലും ഇതിൽ സബ്ജക്റ്റ് എപ്പോഴും വുമൺ ആണ്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് വി ആർ ടോക്കിംഗ് സ്പെസിഫിക്കലി അബൌട്ട് ദിസ് മെയിൽ വുമൺ ബൈനറി. പക്ഷേ അതേസമയം ലോകത്തെല്ലായിടത്തും സ്ത്രീകൾ നേരിടുന്ന ഒരു സബ്ജുഗേഷൻ ഒരേ രീതിയിലാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരിക്കലും പേട്രിയാർക്കൽ ഡോമിനൻസ് എങ്ങനെയാണോ വ്യത്യസ്തമായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഫീമെയിൽ സബ്ജുഗേഷനും വ്യത്യസ്തമായിട്ടുള്ളത്. ആൻഡ് ഷീ സേസ് ഫെമിനിസം മൂവ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റിമെയിൻ ഗാർഡ് ഓൺ അഗെയിൻസ്റ്റ് ദിസ് അണ്ടർസ്റ്റാൻഡിങ്. And then she says that she's wary about this identity politics for their exclusionary nature and examines the alternative of a coalition politics where the category of women is neither predetermined nor stable. ബട്ട്ലർ പറയുന്ന ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൽ കൂടുതലും മാൻ വുമൺ എന്നൊരു ബൈനറി ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ, ജെൻഡർ ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു ഐഡിയോളജിയും ഉണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ്. ജെൻഡർ ഇസ് ഫ്ലൂയിഡ് ആൻഡ് സോ ദർ ആർ a lot of gender identities out there, and that is what gender studies and queer studies are also focusing on. So that is something that she challenges, and also the fact that identity politics has caused fragmentation among feminists. അതായത് ഫെമിനിസം മൂവ്മെൻറ്റ് പോപ്പുലറായ സമയത്ത് പോലും അതിൽ കൂടുതലും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് വൈറ്റ് ക്രിസ്ത്യൻ ആയിട്ടുള്ള സ്ത്രീകൾക്കായിരുന്നു. അപ്പോൾ അവിടെ ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീകൾ നേരിടുന്ന യാതനകൾ നമ്മൾ അറിയാതെ പോയി. അതുപോലെ തന്നെ ഇന്ത്യയിൽ വരികയാണെങ്കിൽ ദളിത് ആയിട്ടുള്ള സ്ത്രീകൾ എന്ത് തരം റെസ്ട്രിക്ഷനാണ് ഫേസ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞില്ല. അതുപോലെ തന്നെ
കുറച്ചും കൂടി അകത്തേക്ക് വരികയാണെങ്കിൽ അന്തർജനം, നമ്പൂതിരി കാസ്റ്റിൽ പെട്ട അന്തർജനം അവരെങ്ങനത്തെ രീതിയിലുള്ളൊരു റെസ്ട്രിക്ഷൻ ആണ് അനുഭവിക്കുന്നതെന്ന് ആ സമയത്ത് ഫെമിനിസം മൂവ്മെൻറ്റിൽ നമ്മൾ കാണുന്നില്ല. സോ ഇറ്റ് വാസ് ഹൈലി ഫേവേർഡ് ഫോർ എ സർട്ടൻ സെക്ഷൻ ഓഫ് വിമൻ, and all the other section of women who were ignored, they had to come up with their own kind of feministic movements to make their voice heard. And that is how feminism is fragmented, because we have black feminism, we have Dalit feminism, we have Islam feminism. And she says identity politics is the main reason why the feminism itself is fragmented. And so she proposes a new concept called coalition politics, which allow for the inclusion of various shifting, unstable feminine identities. And such a conception will avoid the problem at the heart of identity politics, the normative question of what women ought to be. ആ ഒരു ഐഡിയോളജി ബ്രേക്ക് ചെയ്യുന്ന ഒരു കോalition പൊളിറ്റിക്സിന് വേണ്ടിയാണ് ബട്ട്ലർ കൂടുതലും ആർഗ്യൂ ചെയ്യുന്നത്. 5ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി, സെക്സ് ആൻഡ് മെറ്റഫിസിക്സ് ഓഫ് സബ്ജക്റ്റ്. ഇതിൽ കൂടുതലും പറയുന്നത് ഐഡൻറ്റിറ്റിയും ജെൻഡറും തമ്മിൽ എങ്ങനെയാണ് ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി ഈസ് സെറ്റ് ടു ബി ഇൻസെപ്പറബിൾ ഫ്രം ജെൻഡർ, ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് എ സ്റ്റേബിൾ കൊഹറൻറ്റ് ഐഡൻറ്റിറ്റി ഇസ് ത്രെട്ടൻഡ് ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ബീയിങ് ഹൂസ് ജെൻഡർ ഇസ് നോട്ട് കൾച്ചറലി ഇൻ്റലിജിബിൾ. കാരണം സൊസൈറ്റി പറഞ്ഞു വെച്ചിരിക്കുന്നത് ബൈനറി ജെൻഡർ ആണെന്നാണ് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്, മാൻ വുമൺ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോഴേക്കും എന്താണ് LGBTQ+ പോലത്തുള്ള ജെൻഡർ ഫ്ലൂയിഡിറ്റി ആർഗ്യൂ ചെയ്യുന്ന ഒരു ഐഡിയോളജി വന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവർക്ക് അതൊരു ഭീഷണിയായിട്ടാണ് തോന്നിയത്. അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അതൊരു ത്രെട്ടായിട്ട് കണക്കാക്കിയാണ് സൊസൈറ്റി റിയാക്ട് ചെയ്തത്. എന്താണ് So that is in a way breaking the societal construct and traditional gender laws, and also challenging the concept of gender binary, because the main ideology is that language and gender norms are similar. ഇവിടെ വേറൊരു സിമിലാരിറ്റിയും വരുന്നുണ്ട്. അതായത് ഭാഷ എങ്ങനെയാണോ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെയാണ് ജെൻഡർ നോംസ് എന്നുള്ളൊരു റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മൾ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഭാഷ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഏജ് എത്തുമ്പോൾ തന്നെ അവരെ ഭാഷ പഠിപ്പിക്കുന്നുണ്ട്, മാതൃഭാഷ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ രാജ്യത്തിലെ ഒഫീഷ്യലായിട്ടുള്ള ഭാഷ പഠിപ്പിക്കുന്നുണ്ട്, വിദേശ ഭാഷകൾ ഇംഗ്ലീഷ് പോലത്തുള്ള വിദേശ ഭാഷകളും പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ്? ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സർവൈവൽ. ആൻഡ് ഈവൻ ഇഫ് ഫോർ എ മ്യൂട്ട് പേഴ്സൺ വി ടീച്ച് ദാറ്റ് പേഴ്സൺ സൈൻ ലാംഗ്വേജ്. ആംഗ്യ ഭാഷ പോലും പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അത്രമാത്രം ജീവിതത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്, സർവൈവലിന് ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും ഒരു ഇമ്പോർട്ടൻസ് നമ്മളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ജെൻഡർ നോംസ് എന്നുള്ളൊരു വളരെ റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സൊസൈറ്റി ബിലീവ് ചെയ്യുന്നത്. കാരണം എങ്ങനെയാണോ ഭാഷ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ജെൻഡർ ഐഡൻറ്റിറ്റി. ഒരു ജെൻഡർ ഐഡൻറ്റിറ്റിയിലേക്ക് ഒരു വ്യക്തിയെ തിരിക്കണം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് സൊസൈറ്റി പറയുന്നുണ്ട്. ബട്ട് അഗെയിൻ we can't say that is right, because you can never equate language with gender identity. And that is what Butler is challenging. So Butler asserts that gender is neither a solid thing nor a set of qualities, but it is rather a performance or doing. And over time, performed expression of gender gives the appearance of a solid identity. ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് പറയാണ് ഉറച്ച് സംസാരിക്കാൻ പാടില്ല, അത് ഉറച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു റൂളായിട്ട് ആ ഒരു കുഞ്ഞ് ഏറ്റെടുക്കുകയും അതൊരു ഐഡിയോളജി ആയിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ആൺകുഞ്ഞിനോട് ആൺകുട്ടികൾ കരയാറില്ല, അതൊരു വീക്ക്നെസ് ആയിട്ടാണ് കരുതുന്നത് എന്ന് പറയുകയാണെങ്കിൽ അതും ഒരു റൂളായിട്ടേ ആ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ നിൽക്കത്തുള്ളൂ, അതും ഒരു ഐഡിയോളജി ആയിട്ട് മാറും. പിന്നീടും ആ ഒരു കുഞ്ഞുങ്ങൾ അവരുടെ നെക്സ്റ്റ് ജനറേഷനോട് പഠിപ്പിക്കുന്നതും ഈ ഐഡിയോളജി ആയിരിക്കും. അതാണ്
ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്നത്, ബട്ട്ലർ പറയുന്നതും ജെൻഡർ ഒരു പെർഫോമൻസ് ആണ്. അതായത് ജെൻഡറിലേക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെ കുറേ റൂൾസ് പഠിക്കുന്നു. പെൺകുട്ടികൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും പല റൂൾസും പറഞ്ഞു കൊടുക്കുന്നു. ആ ഒരു റൂൾസ് അവർ മനഃപാഠമാക്കിക്കൊണ്ട് അത് പെർഫോം ചെയ്യുന്നു. ആ ഒരു പെർഫോമൻസിലൂടെ തന്നെ അതൊരു സോളിഡ് ആയിട്ടൊരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറുന്നു. പക്ഷേ അതൊരിക്കലും അത് നാച്ചുറൽ ആണെന്ന് അത്രയും ഒരു സോളിഡ് ആയിട്ടൊരു ഐഡൻറ്റിറ്റി ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അത് നാച്ചുറൽ ആണ്, നോർമൽ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും അതൊരിക്കലും അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല, അതൊരിക്കലും നാച്ചുറൽ അല്ല. അത് വെറും ഒരു കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട, സമൂഹം കൺസ്ട്രക്ട് ചെയ്ത ഒരു ഐഡിയോളജി ആണെന്നുള്ളൊരു അവയർനെസ് അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. And in the last section, that is language, power and strategies of displacement, Butler asserts that being a woman is not having a certain fixed substance. Instead, it is a process of becoming, a constructing. She is again talking about what Simone de Beauvoir has stated, that one is not born a woman but becomes one. And who makes sure of this? It is the society. She again comes up with another reference, that is, according to the radical feminist Monique Witting, language creates the illusion of the category of sex, rendered culturally as a genital-based sexuality, where women are defined by their reproductive function. But language is open to change, however, and Wittig takes advantage of this in her promotion to diffuse sexuality or polymorphous perversity in contrast to the genital-based sexuality that is the norm. അതായത് ലാംഗ്വേജ് തന്നെയാണ് ഒരു പക്ഷേ ഈ ഒരു ജെൻഡർ നോംസ് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒരു കാരണം. ഞാൻ പറഞ്ഞു ഭാഷ എത്രമാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ഈ ഒരു റൂൾസും നമ്മളിപ്പോൾ ഇങ്ങനത്തെ കുറേ ഐഡിയോളജി പറയുന്നതും ഈ ഒരു ഭാഷ ഉപയോഗിച്ച് തന്നെയാണ്. ആ ഒരു ലാംഗ്വേജിൽ നമ്മൾ പറയാണ്, women usually think with their hormones or usually think with their reproductive organs, so they are the weaker sex, they are vulnerable, they should be so and so. അങ്ങനെ പറഞ്ഞു വെക്കുകയാണെങ്കിൽ ആ ഒരു ഭാഷയിൽ നമ്മൾ പറയുമ്പോൾ അതന്നെ എങ്ങനെയൊക്കെയോ റൂൾസ് ആയിട്ട് മാറുകയാണ്. അതന്നെയാണ് ആൾക്കാർ പഠിക്കുന്നതും അത് നോർമലായിട്ട് ഏറ്റെടുക്കുന്നതും. പക്ഷേ ഭാഷ മാറാം, ഭാഷയിൽ ചേഞ്ചസ് വരാം. കാരണം എങ്ങനെയാണ്? മലയാളം തന്നെ എടുക്കാം. നമ്മൾക്കിപ്പോൾ ട്രിവാൻഡ്രത്ത് സംസാരിക്കുന്ന ഒരു മലയാളമല്ല കൊല്ലത്ത് സംസാരിക്കുമ്പോൾ. ഇതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ലാങ് ആണ് നമ്മൾ തൃശ്ശൂർ പോകുമ്പോൾ അല്ലെങ്കിൽ കാസർഗോഡ് പോകുമ്പോൾ. പക്ഷെ എല്ലാം മലയാളം തന്നെയാണ്, പല സ്ലാങ്ങിലുള്ളൊരു മലയാളമാണ്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് എടുക്കുമ്പോഴും വി ഹാവ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്. ബട്ട് അറ്റ് ദ സെയിം ടൈം it comes under the language of English. There is just different slang or dialect. So language is prone to change. Then why can't gender? നമ്മൾ നേരത്തെ പറഞ്ഞു ലാംഗ്വേജും ജെൻഡറും ഒരേപോലെ ആണെന്ന് സമർത്ഥിക്കാനാണ് സൊസൈറ്റീസ് ശ്രമിക്കുന്നത്. അപ്പോൾ ലാംഗ്വേജിൽ നിന്ന് മാറ്റം വരാൻ സാധ്യതയുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജെൻഡർ ഐഡൻറ്റിറ്റി പോലത്തെ ഉള്ള ഒരു ഐഡിയോളജിക്ക് മാറ്റം വന്നുകൂടാ? അതായത് ബൈനറി ആണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു ഐഡിയോളജിക്ക് എന്തുകൊണ്ട് മാറ്റം വന്നുകൂടാ? ജെൻഡർ ഫ്ലൂയിഡിറ്റി ആണ് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? അതിലൂടെ വരുന്ന പല ജെൻഡർ ഐഡൻറ്റിറ്റീസിനെയും നമ്മൾ എന്തുകൊണ്ട് അക്നോളേജ് ചെയ്തുകൂടാ? അതാണ് ബട്ട്ലർ പറയുന്ന ക്വസ്റ്റ്യൻസ്. And then she talks about sexuality and how sexuality and power is coextensive. That is, wherever there is a sexuality, there will also be a power relation, and this power relation is what categorizes male, female, dominant, submissive. And no sexuality or gender identity can exist outside this field of power. That is exactly why we live in a patriarchal society, because according to the societal ideology, since it is a patriarchal dominated society, the male
gender is given a dominant status, and that is why there is this binary of dominant, submissive, and the woman and other categories are pushed into the other label. But then the reality is that gender is a process and it can be altered. And so Butler exposes the way the supposedly fixed categories of gender can be revealed to be constructed illusions. And that is the end of the video. I hope this was useful and somewhat understandable. Please like the video and share your opinions. And subscribe my channel if you haven't already done so. And I'll see you in the next video. Take care. Thank you.